യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് മാസം അവസാനത്തെ ദിവസമാണ്. പ്രത്യേകിച്ച് ഉപവാസ നിയോഗ പ്രാർത്ഥനയുടെ സമാപന ദിവസമായ 7ാമത്തെ ദിവസവുമാണ്. ഈ ദിവസങ്ങൾ വരെയും ഒരുപാട് പേർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. പല സമയത്തും ഒന്നിലധികം പ്രാവശ്യം ഓരോ ദിവസത്തെയും വചനവും പ്രാർത്ഥനയും കൂടിയവരുണ്ട്. സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, മാതാപിതാക്കളുണ്ട്, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ, ഒത്തിരി പേർ, മറ്റു മതത്തിലുള്ളവർ, സഭാവ്യത്യാസമില്ലാതെ ഓരോരുത്തരും ഈ പ്രാർത്ഥനയിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു കൂടാരത്തിൽ നിന്നുകൊണ്ട് ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നവരും വചനം കേൾക്കുന്നവരുമാണ്. നന്ദിയോടെ പ്രാർത്ഥിക്കാം. ഈ മാസം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹത്തിന് നന്ദി പറയണം. ഈ 7 ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരെ ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വലിയ കരുണ അനുഭവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ അർത്ഥത്തിലും ഈ പ്രാർത്ഥന നിങ്ങൾക്കൊരനുഗ്രഹമാകട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചവരെ, പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. നിയോഗത്തിൽ പ്രാർത്ഥിച്ചവർ, ഉപവാസം എടുത്തവർ, അവരെ കൊണ്ട് ഒക്കുന്ന സാഹചര്യത്തിൽ സഹകരിച്ച സകലരെയും ഓർക്കുന്നു. നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പ്രതീക്ഷയോടെ ഈ വചനം നമുക്ക് കേൾക്കണം. ഈ സമാപന ദിവസം, ഈ 7ാമത്തെ ദിവസം, ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസവും 119 സങ്കീർത്തനത്തിൻ്റെ 92 വാക്യം. നമ്മൾ ഇന്നലെയും കേട്ടത് 119 സങ്കീർത്തനമാണ്. ഇന്ന് 119 സങ്കീർത്തനം 92 വാക്യം. അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. അപ്പോൾ ഒരു പ്രശ്നവും പ്രതിസന്ധിയും ദുരിതമൊക്കെ വന്നപ്പം തകർന്നു പോകാഞ്ഞതെന്നതാ? എന്താ കാരണം? അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നതുകൊണ്ട്. ദൈവവചനം കേൾക്കുന്നതും അത് സ്വീകരിക്കുന്നതും നിങ്ങൾക്ക് സന്തോഷമാണോ? നിങ്ങൾക്കത് ആനന്ദമാണോ? ഒരു ദുരിതത്തിലും നിങ്ങൾ തകർന്നു പോവുകയില്ല. ഒരു പ്രശ്നത്തിൽ നിങ്ങൾ വീണു പോവുകയില്ല. ഒരു പരാജയത്തിൽ നിങ്ങൾ പെട്ടുപോവുകയില്ല. ഒരു നല്ല തുടക്കം വീണ്ടും ആരംഭിക്കും. എന്താ എഴുതിയിട്ടുള്ളത്? അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ ആ പ്രശ്നത്തിൽ, ആ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു, തകർന്നു പോകുമായിരുന്നു. ഞാൻ അങ്ങയുടെ കൽപ്പനകളെ ഒരിക്കലും മറക്കുകയില്ല. അവ വഴിയാണ് അവിടുന്ന് എനിക്ക് ജീവൻ തന്നത്. അങ്ങയുടെ വചനം ഞാൻ ഒരിക്കലും കേൾക്കാതിരിക്കില്ല. അങ്ങയുടെ വചനം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ? കാരണം അതുവഴിയാണ് എനിക്ക് ജീവൻ ഉണ്ടായത്, എനിക്ക് പുതിയ ജീവിതമുണ്ടായത്, എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതുവഴിയാണ്. ദൈവവചനം 94 വാക്യം. ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെ അന്വേഷിച്ചു. ഇനി അടുത്ത ഭാഗമാണ് 97 വാക്യം. അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു, അതിനെപ്പറ്റിയാണ് ദിവസം മുഴുവൻ ഞാൻ ധ്യാനിക്കുന്നത്. ശരിക്കും ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ കേൾക്കുന്ന വചനം അത്ര വിലയോടെ കേൾക്കുന്ന ഓരോരുത്തർക്കുള്ള ദൂതാണിത്. അതാ വായിച്ച് 97 വാക്യം. അങ്ങയുടെ നിയമത്തെ, അങ്ങയുടെ വചനത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു, അതിനെപ്പറ്റിയാണ് ദിവസം മുഴുവൻ ഞാൻ ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. 103 വാക്യം. അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ഈ വചനം അത്രയും മധുരമാണ്. ഞാൻ അത്രയും സ്നേഹിക്കുന്നു. ഈ വചനത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു. ഇങ്ങനെയൊക്കെ വചനത്തെ സ്നേഹിച്ച അങ്ങനെയുള്ളവർക്കുള്ള ഉറപ്പെന്നറിയാമോ?
ഒരു പേജ് മറിച്ച് 121 സങ്കീർത്തനത്തിൻ്റെ 3, 4 വാക്യം, 5-ാമത്തെ വാക്യം വായിച്ചേ. ദൈവവചനത്തെ തേനിനേക്കാൾ മധുരമാണ്, അത് ഞാൻ സ്നേഹിക്കുന്നു, അതിനെ സ്വീകരിക്കുന്നു, എനിക്ക് ആനന്ദമാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ദൈവം ഒരു ഉറപ്പ് കൊടുക്കുക. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുവശത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് നിന്നെ കർത്താവ് കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ചു, അത് തേനിനേക്കാൾ മധുരമുള്ളതാണ്, അത് ഞാൻ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, രാവും പകലും ഞാൻ ധ്യാനിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തോടെയുള്ള പ്രതിഫലമാണ് 121 സങ്കീർത്തനം. ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരും ഈ വചനമൊക്കെ കേൾക്കുന്ന ചിലർ ചോദിക്കൂ, എന്തിനാ ഇങ്ങനെ കേൾക്കുന്നത്? ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് കിട്ടിയത്? എന്ത് പ്രയോജനമാണ് കിട്ടിയത്? വെറുതെ സമയം കളയാൻ. ഇതൊക്കെ പക്ക തട്ടിപ്പാണ്, വെട്ടിപ്പാണ് എന്ന് ചിന്തിക്കുന്നവരും വിമർശിക്കുന്നവരും കാണാം. ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ ആശയങ്ങളല്ല, ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ ഭാവനകളല്ല, ഊഹാപോഹങ്ങളല്ല, അബദ്ധ സിദ്ധാന്തങ്ങളല്ല. ഞാൻ കൃത്യമായി ദൈവത്തിൻ്റെ വചനം അവർ പറഞ്ഞ 119 സങ്കീർത്തനത്തിൽ വചനത്തിന് വില കൊടുത്തപ്പോൾ 121 സങ്കീർത്തനത്തിൽ നിൻ്റെ കാൽ വഴുതാൻ സമ്മതിക്കാത്ത വിധം, നിനക്കൊരു ദോഷമോ ഒരനർത്ഥമോ വരാൻ സമ്മതിക്കാത്ത വിധം ദൈവം നിനക്ക് സംരക്ഷണം നൽകുന്നത് കണ്ടോ? ഇന്നലെയും ഞാൻ അതിനെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. ഇന്നും ഈ സമാപന ദിവസവും ഇതാ പറഞ്ഞത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ വചനമൊക്കെ കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും കേൾക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് സഹായിക്കും. ഇത്രയും നാൾ പ്രാർത്ഥനയിൽ കൂടി എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്, കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും വചനം കേട്ടൊക്കെ പ്രാർത്ഥിച്ചു പോകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന എന്നും ഉണ്ട്. പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാ അർത്ഥത്തിലും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നല്ലൊരു തുടക്കമാകട്ടെ. പഠിച്ച് നല്ല മാർക്ക്, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല വിജയം, എല്ലാ കഴിവുള്ളവരായി, മിടുക്കരായി, മിടുക്കികളായി സ്കൂളിൽ പോകുന്ന ആദ്യ നാളുകൾ മുതൽ മാറട്ടെ. SLC, +1, +2 കയറുന്നു തുടക്കം തൊട്ട് തന്നെ നന്നായി പഠിച്ചു പോകാൻ ഭാഗ്യമുണ്ടാകട്ടെ. ശുശ്രൂഷകളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇന്നുവരെയും നിയോഗ പ്രാർത്ഥനയിലും ഡെയിലി ബ്ലെസ്സിങ്ങിലും നിയോഗ കൊന്തച്ചൊല്ലിയും പ്രാർത്ഥിച്ചവരുണ്ട്. പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരുണ്ട്. ഈ ആലയത്തിൽ വന്നവരുണ്ട്. ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചവരുണ്ട്. ദിവസേന വചനം കേൾക്കുന്നവരുണ്ട്. അയച്ചു കൊടുക്കുന്നവരുണ്ട്. സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്. എഴുതി വയ്ക്കുന്നവരുണ്ട്. വാമൊഴിയായി പറയുന്നവരുണ്ട്. അവരെല്ലാം കുടുംബമായി കേൾക്കുന്നവരുണ്ട്. തിരുരക്തത്താൽ അവരെല്ലാം വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിൽ നയിക്കണമേ. പ്രാർത്ഥിക്കുക. ഒരു നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, അനുഗ്രഹയിലെ കൈവിരിച്ചു പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ കൈകൾക്കുള്ളിൽ നിന്ന് ഒരു സാക്ഷി പറഞ്ഞുകൊള്ളാമെന്ന് നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങൾ, ഇന്നുവരെ ഞാൻ പ്രാർത്ഥിച്ച നിയോഗങ്ങൾ, എഴുതി വച്ച് പ്രാർത്ഥിച്ച നിയോഗങ്ങൾ, ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച നിയോഗങ്ങൾ എല്ലാം സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. നാളെ തിങ്കളാഴ്ച ജൂൺ മാസം 1-ാം തീയതിയാണ്. പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. പ്രത്യേകം പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പ്രാർത്ഥനയോടെ പോകട്ടെ. പറയാൻ വിട്ടുപോയി, അധ്യാപകരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അധ്യാപകർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം നിങ്ങളുടെ വീട്ടിലെ ജോലികൾ, 100 കൂട്ടം ടെൻഷൻ, അതെല്ലാം തീർത്തിട്ട് വേണം നിങ്ങൾക്ക് സമയത്ത് സ്കൂളിലെത്താൻ, പഠിപ്പിക്കാൻ. അതിന് പറ്റിയൊരു മനസ്സ് വേണം, ശരീരം വേണം, ആരോഗ്യം വേണം. എല്ലാത്തിനും വേണ്ടി, എല്ലാ അധ്യാപകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും
നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, യാത്രകളിൽ, തീരുമാനങ്ങളിൽ ഒക്കെ ഉണ്ടായിരിക്കട്ടെ. ഈ 7 ഉപവാസ ദിവസ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരെ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇനിയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ല. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും നന്ദി. കൂടെ നിന്നതിന്, പ്രാർത്ഥിച്ചതിന്, ഷെയർ ചെയ്തതിന്, സപ്പോർട്ട് ചെയ്തതിന്, സഹകരിച്ചതിന്, നല്ല മനസ്സിന്, നല്ല വ്യക്തിത്വത്തിന്, കൂട്ടായ്മയ്ക്ക്, സ്നേഹത്തിന് ഒക്കെ ഒത്തിരി 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 നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ 1-ാം തീയതി ഒരുമിച്ച് വചനം കേൾക്കണം. സാധ്യമെങ്കിൽ 5:30 തന്നെ ഒരുമിച്ച് കേൾക്കുക. നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.